Hello guys. So ഇന്ന് കാണുന്ന വീഡിയോ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് Z ട്രാൻസ്ഫോം. Z ട്രാൻസ്ഫോമിനെ കുറിച്ച് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തു. സോ ഇന്ന് നമ്മൾ നോക്കുന്ന പോർഷനാണ് പ്രോപ്പർട്ടീസ് ഓഫ് Z ട്രാൻസ്ഫോം. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ഫൊറിയർ ട്രാൻസ്ഫോമും പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോമും കണ്ടായിരുന്നു. സോ പ്രോപ്പർട്ടീസ് ഓഫ് Z ട്രാൻസ്ഫോമും സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി സെയിം പോലെ തന്നെ ലീനിയാരിറ്റിയാണ്. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ലീനിയാരിറ്റി. ഓക്കെ, ഇറ്റ് സേസ് ദാറ്റ് ഇഫ് Z ട്രാൻസ്ഫോം ഓഫ് x1 of n is x1 of Z and x2 of n is x2 of Z, then Z transform of a x1 of n plus b x2 of n is a x1 of Z plus b x2 of Z. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടതാണ്. അതായത് Z ട്രാൻസ്ഫോം ഓഫ് ഈ സിഗ്നൽ എന്ന് പറയുന്നത് x of Z is equal to summation n is equal to minus infinity to infinity a x1 of n plus b x2 of n into Z raised to minus n, which is equal to summation n is equal to minus infinity to infinity a x1 of n Z raised to minus n plus summation n is equal to minus infinity to infinity b x2 of n Z raised to minus n. Okay, a നെ വെളിയിലെടുത്താൽ a summation n is equal to minus infinity to infinity x1 of n Z raised to minus n. Okay, x1 of Z എന്ന് പറഞ്ഞാൽ n is equal to in minus infinity to infinity x1 of n Z raised to minus n ആണ്. x2 of Z എന്ന് പറയുന്നത് summation n is equal to minus infinity to infinity x2 of n Z raised to minus n ആണ്. സോ പ്ലസ് ബി കോൺസ്റ്റൻ്റ് ആണ്. സോ ബീനെ വെളിയിലെടുത്തു. n is equal to minus infinity to infinity x2 of n Z raised to minus n. So this is a x1 of Z plus b x2 of Z. So x of Z, that is Z transform of a x1 of n plus b x2 of n is a x1 of Z plus b x2 of Z. സോ ഇതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറയുന്നത്. സോ ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. സെയിം രീതിയിൽ തന്നെയാണ് ലാപ്ലാസും ഫോറിയർ ട്രാൻസ്ഫോമും എല്ലാം നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഏതാണ്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടി കാണാം. ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഇഫ് Z ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈസ് x of Z, then Z transform of x of n minus n0 is Z raised to minus n0 x of Z. Okay, Z raised to minus n0 x of Z. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി ചെയ്യാം. n പ്ലസ് n0 ആണെങ്കിൽ Z raised to n0 x of Z. ഓക്കെ, n പ്ലസ് ആകുമ്പോൾ ഇവിടെയും പ്ലസ് ആകും. n മൈനസ് ആണെങ്കിൽ ഇവിടെയും മൈനസ് ആകും. ഓക്കെ, സോ പ്രൂഫ് ചെയ്ത് നോക്കാം. നമുക്ക് ഏതിൻ്റെ Z ട്രാൻസ്ഫോമാണ് കണ്ടേ? ഇതിൻ്റെ Z ട്രാൻസ്ഫോം. സോ x of Z is equal to summation x dash of Z എന്ന് എഴുതാം. n is equal to minus infinity to infinity x of n minus n0
z raised to minus n. Okay, let നമ്മളിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ n minus n0 is a dummy variable. Take it as m. Then when n is equal to minus infinity, m is equal to minus infinity or infinity. Okay, sorry, minus infinity itself. When n is equal to infinity, m is equal to infinity. Okay, so n is equal to m plus n0. Okay, so ഇങ്ങനെ വരും. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Summation m is equal to minus infinity to infinity x of m is raised to minus m plus n0. Okay, summation m is equal to minus infinity to infinity x of m is raised to minus m into z raised to minus n0. എന്നിൻ്റെ m എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ ഇല്ല, ഇറ്റ് ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമുക്ക് വെളിയിലെടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു z raised to minus n0 into summation m is equal to minus infinity to infinity x of m z raised to minus m. ഓക്കെ, ഇതെന്താണ് x of z. സോ z raised to minus n0 into x of z. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് ആണ് z ട്രാൻസ്ഫോം ഓഫ് x ഓഫ് n മൈനസ് 1 ഇസ് എന്താണ് z raised to minus 1 x of z. ഓക്കെ, ആൻഡ് z ട്രാൻസ്ഫോം ഓഫ് x of n plus 1 is z x of z. Okay, ഇതിൻ്റെ സ്പെഷ്യൽ കേസസ് ആണ്. ആൻഡ് z raised to minus 1നെ വിളിക്കുന്നതാണ് യൂണിറ്റ് ഡിലേ ഓപ്പറേറ്റർ. യൂണിറ്റ് ഡിലേ ഓപ്പറേറ്റർ. സോ ഇത് നമുക്ക് ഒത്തിരി ഇടത്ത് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോവുകയാണെങ്കിൽ മാറ്റ് ലാബിലും ലാബ്യൂവിലും ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് യൂണിറ്റ് ഡിലേ എലമെൻ്റ് എന്ന് പറഞ്ഞ് കാണും. ഓക്കെ, യൂണിറ്റ് ഡിലേ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ z raised to minus 1 ആണ്. അതുപോലെ ഇസഡിന് വിളിക്കുന്ന പേരാണ് യൂണിറ്റ് അഡ്വാൻസ് ഓപ്പറേറ്റർ. യൂണിറ്റ് അഡ്വാൻസ് ഓപ്പറേറ്റർ. ഓക്കെ, സോ z ഇൻവേഴ്സിനെ യൂണിറ്റ് ഡിലേ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഒരു സർക്യൂട്ടിൽ നമ്മൾ യൂണിറ്റ് ഡിലേ കൊടുക്കുക എന്ന് പറഞ്ഞാൽ z ഇൻവേഴ്സ് ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അഡ്വാൻസ് യൂണിറ്റ് അഡ്വാൻസ് ഓപ്പറേറ്റർ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ z ആഡ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, സിമിലർലി ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എസ് ഇൻവേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് ഇൻ്റഗ്രേറ്റർ എന്നാണ്. എന്ന് പറഞ്ഞാൽ 1/s എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റർ ആണ്, ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇൻ്റഗ്രേഷൻ ആണ് ഇൻ ടൈം ഡൊമെയിൻ. ആൻഡ് എസ് എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ആണ്. ഓക്കെ, സോ എസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷനും 1/s എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷനുമാണ് ടൈം ഡൊമെയിനിൽ. ഓക്കെ, അതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ. അതുപോലെ z ട്രാൻസ്ഫോമിൽ വരുമ്പോൾ യൂണിറ്റ് ഡിലേ ഓപ്പറേറ്ററും യൂണിറ്റ് അഡ്വാൻസ് ഓപ്പറേറ്ററുമാണ്. ഓക്കെ, സോ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, അതിൻ്റെ സ്പെഷ്യൽ കേസസ്, പിന്നെ ഇതിനെല്ലാം വിളിക്കുന്ന പേരുകൾ, ഇതെല്ലാം ഓർത്തിരിക്കുക. നിങ്ങൾക്ക് വേറൊരു കേസിൽ ഇതെല്ലാം ആവശ്യം വരും. ഓക്കെ, നമ്മളിപ്പോൾ DSP എടുക്കുകയാണെങ്കിൽ അതിനകത്തൊരു യൂണിറ്റ് ഡിലേ എലമെൻറ്റ് കൊടുക്കാൻ പറഞ്ഞാൽ z ഇൻവേഴ്സ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, കൺട്രോൾ സിസ്റ്റത്തിനകത്ത് ഡിലേ എലമെൻറ്റ് വരും. ഓക്കെ, ഈ എസും 1/s ഒക്കെ PID PD കൺട്രോളേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ബേസിക്സ് എന്ന് പറയുന്നത് നമ്മൾ വേറെ സബ്ജക്ട്സിനകത്ത് വരുമ്പം ഒത്തിരി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാനിതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ബൈ n അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ z
0 raised to n എന്നുള്ളതാണ് അടുത്ത പ്രോപ്പർട്ടി. അത് നമുക്ക് നോക്കാം. സോ ഈ പ്രോപ്പർട്ടി പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇഫ് z transform of x of n is x of z, then the z transform of z0 raised to n x of n will be x of z by z0. ഓക്കെ, ഇത് കോമൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് വേറൊരു രീതിയിൽ പറയാം, z ട്രാൻസ്ഫോം ഓഫ് a raised to n x of n ആണെങ്കിൽ will be x of z by a ആയിരിക്കും. ഓർ നമുക്കിതിനെ വീണ്ടും എഴുതാം, x of a ഇൻവേഴ്സ് z ആയിരിക്കും. ഓക്കെ, സോ എക്സ് ഓഫ് എൻ അറിയാം, എക്സ് ഓഫ് എന്നിൻ്റെ കറസ്പോണ്ടിങ് എക്സ് ഓഫ് ഇസഡും അറിയാമെങ്കിൽ എ റേസ് ടു എൻ എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇസഡ് ഉള്ളിടത്തെല്ലാം എ ഇൻവേഴ്സ് ഇസഡ് ആഡ് ചെയ്യുന്നതാണ് എന്ത് മൾട്ടിപ്ലിക്കേഷൻ ബൈ ഇസഡ് 0 റേസ് ടു എൻ എന്നുള്ള പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഈ എ റേസ് ടു എൻ ഞാൻ പ്രൂഫ് എടുക്കുവാണ്. പ്രൂഫിൽ നമുക്ക് എന്തിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം കണ്ട് ഇതിൻ്റെ. ഓക്കെ, സോ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ എക്സ് ഓഫ് എൻ ഓക്കെ is equal to summation n is equal to minus infinity to infinity a raised to n x of n into z raised to minus n ആണല്ലോ. അപ്പം എയും എന്നിനെ ഞാൻ ഒരുമിച്ച് എഴുതുവാണ്. വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ n ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ എ z റേസ് ടു മൈനസ് 1 റേസ് ടു n. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇത്രയും നേരം എഴുതിക്കൊണ്ടിരുന്നത്. ബട്ട് ഇത് എക്സ് ഓഫ് ഇസഡിൻ്റെ ഫോർമുല ആകണമെങ്കിൽ ഞാൻ ഇവിടുന്ന് മൈനസ് എന്നിനെ ആയിരിക്കും വെളിയിലെടുക്കേണ്ടത്. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ എ ഇൻവേഴ്സ് ഇസഡ് ദ ഹോൾ റേസ് ടു മൈനസ് എൻ. സോ ദിസ് വിൽ ബി എന്താണ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡ്. ഓക്കെ, ഇവിടെ മൈനസ് എൻ വരിക എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, സോ ഇസഡ് റേസ് ടു മൈനസ് എൻ വരുവാണെങ്കിൽ എക്സ് ഓഫ് ഇസഡിൻ്റെ ആയിരുന്നു. ഓക്കെ, എ ഇൻവേഴ്സ് ഇസഡ് വന്നുകൊണ്ട് എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എ ഇൻവേഴ്സ് ഇസഡ് അല്ലെങ്കിൽ എക്സ് ഓഫ് ഇസഡ് ബൈ എ ആയിരിക്കും. സോ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ z0 റേസ് ടു n എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് z ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n is x of z, then the z transform of x of minus n will be x of z inverse. ഇതാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. നമുക്ക് നോക്കാം. സമ്മേഷൻ n is equal to minus infinity to infinity x of minus n z raised to minus n is equal to, let m is equal to minus n. അപ്പോൾ എന്നാ പറ്റും? സമ്മേഷൻ m is equal to മൈനസ് പ്ലസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ n is equal to മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ m is equal to ഇൻഫിനിറ്റി ആവും. n is equal to ഇൻഫിനിറ്റി ആകുമ്പം m is equal to മൈനസ് ഇൻഫിനിറ്റി ആവും. ഓക്കെ, സോ m is equal to ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി x of m is raised to m. ഓക്കെ, ഇനി സം ചെയ്യുക നമ്മൾ എക്സ് ഓഫ് ഇൻഫിനിറ്റി തൊട്ട് എക്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി വരെ. ഓക്കെ, സോ അതുകൊണ്ട് ഇതിനെ തിരിച്ചിടുന്നെന്നും പറഞ്ഞ് നമുക്ക് സമ്മേഷനിൽ ഒരു വ്യത്യാസവും വരത്തില്ല. ദെയർഫോർ m is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി
എക്സ് ഓഫ് എം, എക്സ് ഓഫ് ഇസഡിൻ്റെ ഫോർമുല ആകണമെങ്കിൽ ഇസഡ് റേസ് ടു മൈനസ് ദ ഹോൾ റേസ് ടു മൈനസ് എം എന്ന് വരണം. ഓക്കെ, സോ ഇപ്പോഴാണ് ഇത് എക്സ് ഓഫ് ഇസഡിൻ്റെ ഫോർമുല ആയത്, വിച്ച് ഇസ് എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് ആണല്ലോ. എക്സ് ഓഫ് ഇസഡിന് വരെ ഇവിടെ ഇസഡ് ഇൻവേഴ്സ് ആണ് വരുന്നേക്കുന്നത്. സോ ഇതിനെ നമുക്ക് എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി പറയുന്നത്. ഇസഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z. ഓക്കെ, സോ എന്താ പറയുന്നത്, എക്സ് ഓഫ് മൈനസ് എൻ കാണുക എന്ന് പറഞ്ഞാൽ ഇസഡിനെല്ലാം ഇസഡ് ഇൻവേഴ്സ് കൊടുത്താൽ നമുക്ക് ഇസഡ് ട്രാൻസ്ഫോം കിട്ടും എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ഇൻ ഇസഡ് ട്രാൻസ്ഫോം ഇൻ ഇസഡ് ഫോം. ഓക്കെ, നമ്മളിത് ലാപ്ലാസ് പഠിച്ചപ്പോഴും ഇതുപോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ. ഓക്കെ, ഈ ഒരു പ്രോപ്പർട്ടി ലാപ്ലാസ് പഠിച്ചപ്പോഴും നമുക്കുണ്ടായിരുന്നു. ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഇസ് എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ് ഓഫ് എൻ വിൽ ബി minus z d by dz of x of z ആയിരിക്കും. ഓക്കെ, മൈനസ് z d by dz ഓഫ് എക്സ് ഓഫ് z ആയിരിക്കും. എന്ത്, മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ എന്നുള്ളതിൻ്റെ എൻ ഇൻറ്റു എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. സോ ഇസഡ് ട്രാൻസ്ഫോം ഓഫ്, നമ്മളിത് മറ്റേടത്ത് ചെയ്തപ്പോഴും എങ്ങനെയാണ് ചെയ്തത്? ഓക്കെ, ഇത് ചെയ്തപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ അല്ല, ആൻസറിൻ്റെ സൈഡിൽ നിന്നായിരുന്നു തുടങ്ങിയത്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു summation n is equal to minus infinity to infinity x of n z raised to minus n. Okay, then നമ്മൾ ഒരു പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് വിൽ ബി സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇസഡിൻ്റെ ടേം മാത്രമേ മാറത്തുള്ളൂ. ഇസഡ് റേസ് ടു മൈനസ് എൻ മൈനസ് 1 ഇൻറ്റു മൈനസ് എൻ. ഓക്കെ, ഡെറിവേറ്റീവ് എടുത്തു. ഓക്കെ, ഒരു ടേം നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ടേം ഡിക്രീസ് ചെയ്യുവാണ്. ഇസഡ് സ്ക്വയറിൻ്റെ 2z ആകും. ഓക്കെ, അതുപോലെ ഇസഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ ഇസഡ് റേസ് ടു മൈനസ് എൻ മൈനസ് 1 ആകും. ആൻഡ് ദ കോൺസ്റ്റൻറ്റ് മൈനസ് 1 will be there. Okay, which is equal to, ഈ മൈനസിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്, മൈനസ് ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് is equal to summation n is equal to minus infinity to infinity n x of n z raised to minus n into z raised to minus 1. ഓക്കെ, ഇതിനകത്ത് എന്നിൻ്റെ ടേം ഇല്ല, അത് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. which is equal to z raised to minus 1 into summation n is equal to minus infinity to infinity n x of n z raised to minus n. ഓക്കെ, സോ ഇതായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് എന്താണ്, എൻ എക്സ് ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കുമെന്നാണ്. ഓക്കെ, അവിടെ ഒരു ഇസഡ് ഇല്ല. ഓക്കെ, പകരം നമുക്കിവിടെ ഒരു ഇസഡ് ഇൻവേഴ്സ് ഉണ്ട്. ഇസഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/z ആണ്. ഓക്കെ, സോ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ഇസഡ് ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, ഇതെന്താണ്, ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ് ഓഫ് എൻ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. നിങ്ങൾക്ക് 4 മാർക്കിന് പ്രോപ്പർട്ടീസ് ഏതിനകത്തെങ്കിലും
ഓക്കെ, സെയിം രീതിയിലാണ് മറ്റേതിനെല്ലാം പ്രൂവ് ചെയ്തിരിക്കുന്നത്. ലാപ്ലാസിനകത്തും പ്രോപ്പർട്ടീസ് ചോദിക്കാം, ഇസഡ് ട്രാൻസ്ഫോമിനകത്തും പ്രോപ്പർട്ടി ചോദിക്കാം, ഫോറിയർ ട്രാൻസ്ഫോമിനകത്തും DTFTക്കകത്തും പ്രോപ്പർട്ടി ചോദിക്കാം. സെയിം പ്രോപ്പർട്ടി സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ അതിനകത്തും പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ നോക്കിയാൽ അറിയാം, സെയിം രീതിയിൽ ഒരു പ്രാവശ്യം ഒരു രീതി മനസ്സിലായാൽ ഏത് പ്രോപ്പർട്ടി ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനറിയാം ഇരിക്കും. ബട്ട് പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെയും ലാപ്ലാസിൻ്റെയും ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെയും ഒക്കെ ഇക്വേഷൻ എന്താണെന്ന് ഓർമ്മ വേണം. ഓക്കെ, എന്നാൽ മാത്രമേ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. സോ next property is convolution property. Convolution property പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, x1 of n-ൻ്റെ ലാപ്ലാസ് z ട്രാൻസ്ഫോം x1 of z ആണെങ്കിൽ x2 of n-ൻ്റെ z ട്രാൻസ്ഫോം x2 of z ആണെങ്കിൽ x1 of n കൺവല്യൂഷൻ x2 of n-ൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? x1 of z ഇൻറ്റു x2 of z. ഓക്കെ, ഇത് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞാണ്. കൺവല്യൂഷൻ ഇൻ ടൈം ഡൊമെയിൻ വിൽ ബി മൾട്ടിപ്ലിക്കേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമെയിൻ. ഓക്കെ, ഫ്രീക്വൻസി ഡൊമെയിനിൽ കൺവല്യൂഷൻ മൾട്ടിപ്ലിക്കേഷനായി മാറും. അതുകൊണ്ട് തന്നെ കൺവല്യൂഷൻ ചെയ്യാൻ പറഞ്ഞാൽ ഏറ്റവും എളുപ്പം ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് കൺവേർട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തിരിച്ച് ടൈം ഡൊമെയിനിലേക്ക് ആക്കുന്നതാണ്. ഓക്കെ, സോ പ്രൂഫ് നിങ്ങൾക്ക് ഒത്തിരി പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ലാപ്ലാസിൻ്റെയും ഇതും എല്ലാം സെയിം രീതിയിൽ തന്നെയാണ്. സോ നമുക്ക് പറയാം, ഓക്കെ, x1 of n കൺവല്യൂഷൻ x2 of n. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സമ്മേഷൻ k is equal to minus infinity to infinity x1 of k x2 of n minus k. ഓക്കെ, നമ്മൾ കൺവല്യൂഷൻ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് ലെറ്റ് y of n ആയിക്കോട്ടെ, ഇത് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് y of n is given by summation n is equal to minus infinity to infinity summation k is equal to minus infinity to infinity x1 of k into x2 of n minus k into z raised to minus n. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേമിനകത്ത് n ഇല്ല. സോ ഇത് നമുക്ക് വെളിയിലെടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ k is equal to minus infinity to infinity x1 of k. ഓക്കെ, വെളിയിലെടുത്തു. ഇതിനെ ഞാൻ അകത്തേക്ക് എടുത്തു. സമ്മേഷൻ n is equal to minus infinity to infinity x2 of n minus k into z raised to minus n. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏത് പ്രോപ്പർട്ടി ആണെന്ന് വെച്ചാൽ നമുക്കറിയാം, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഇസഡ് ട്രാൻസ്ഫോം പറയുന്നത് x2 of n മൈനസ് കെ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം. ഓക്കെ, എക്സ് ഓഫ് n മൈനസ് n0യുടെ ഇസഡ് ട്രാൻസ്ഫോം വിൽ ബി ഈക്വൽ ടു എന്താണ്? ഇസഡ് മൈനസ് കെ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് ആയിരിക്കും. Okay, so x2 of z. Okay, so this is the time shifting property. ഞാൻ ആ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി പറഞ്ഞത്. ദാറ്റ് ഈസ് ഇസഡ് ഓഫ് എക്സ് ഓഫ് എൻ എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് n0യുടെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഇസഡ് റേസ് ടു മൈനസ് n0 എക്സ് ഓഫ് ഇസഡ്. സോ ഇവിടെ n മൈനസ് കെ ആണ് എക്സ് ഇസഡ് ഓഫ് മൈനസ് കെ x2 ഓഫ് ഇസഡ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ആ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഞാൻ എവിടെ അപ്ലൈ ചെയ്യുന്നു? ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുക. അതായത്
ഇത് x2 ഓഫ് n മൈനസ് കെയുടെ ഇസഡ് ട്രാൻസ്ഫോം വച്ച് വെച്ചേക്കുന്നത്. സോ ഇതിന് പകരം എനിക്ക് എഴുതാം y ഓഫ് z ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, സമ്മേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നത് അവിടെ തന്നെയുണ്ട്, k ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് k ഇൻറ്റു z റേസ് ടു മൈനസ് k ഇൻറ്റു x2 ഓഫ് z. ഓക്കെ, ഇനി വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ദ z ട്രാൻസ്ഫോം ഓഫ് k ആണ് ഇവിടുത്തെ വേരിയബിൾ, ഇവിടെയും k ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? x1 ഓഫ് z. ഓക്കെ, x1 ഓഫ് z ഇൻറ്റു x2 ഓഫ് z. ഓക്കെ, സോ y ഓഫ് z എന്ന് പറയുന്നത് x1 ഓഫ് z ഇൻറ്റു x2 ഓഫ് z. y ഓഫ് z എന്ന് പറഞ്ഞാൽ z ട്രാൻസ്ഫോം ഓഫ് x1 ഓഫ് n കൺവല്യൂഷൻ x2 ഓഫ് n. ഓക്കെ, അതാണ് y ഓഫ് z. സോ ഇങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, വേറെ രീതികളുമുണ്ട്. നമുക്ക് ഏറ്റവും എളുപ്പം, നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസ് പഠിക്കുകയാണ്, പ്രോപ്പർട്ടിക്കകത്ത് തന്നെ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയിൽ ഇതാണ് എന്ന് നമുക്കറിയാം. സോ ഈ ഒരു കാര്യം ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പം ഇതെന്ന് പറയുന്നത് x1 ഓഫ് z ആണ്. സോ x1 ഓഫ് z ഉണ്ട്, x2 ഓഫ് z, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് x1 ഓഫ് z ആൻഡ് x2 ഓഫ് z ആകും. ഓക്കെ, ഒന്നുകൂടെ പറയാം. Convolution equation k is equal to minus infinity to infinity x1 of k into x2 of n minus k. Okay, z transform in equation n is equal to minus infinity to infinity. നമ്മുടെ എന്താണോ z ട്രാൻസ്ഫോം എടുക്കേണ്ടത് ഇൻറ്റു z റേസ് ടു മൈനസ് n. ഓക്കെ, ഇവിടെ ഈ ഇതിനകത്ത് എന്നിൻ്റെ വാല്യൂ ഇല്ല, സോ അതിനെ നമുക്ക് വെളിയിലെടുക്കാം. എന്നിൻ്റെ വാല്യൂ ഉള്ളത് ഇതും z റേസ് ടു മൈനസ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഷിഫ്റ്റഡ് വേർഷൻ ഓഫ് x2 ഓഫ് n ആണ്. ഓക്കെ, ഷിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് z ട്രാൻസ്ഫോം ഓഫ് x2 ഓഫ് n മൈനസ് k എന്ന് പറയുന്നത് z റേസ് ടു മൈനസ് k ഇൻറ്റു x2 ഓഫ് z ആണ്. അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ വെളി കിടക്കുന്ന k ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 ഓഫ് കെയുടെ കൂട്ടത്തിൽ ഈ z റേസ് ടു മൈനസ് കെയും വരും. ഓക്കെ, കാരണം കെയുടെ വേരിയബിൾ ഇത് മാത്രമേ ഉള്ളൂ, x2 ഓഫ് zനകത്ത് k ഇല്ല. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? x1 ഓഫ് zൻ്റെ ഇക്വേഷനാണ്. കാരണം x1 ഓഫ് k, x1 ഓഫ് n z റേസ് ടു മൈനസ് n ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. വേരിയബിൾ മാത്രമേ വാരി ആയിട്ടുള്ളൂ, ഇക്വേഷൻ്റെ ഫോം സെയിം ആണ്. സോ അതിനെ നമുക്ക് x1 ഓഫ് z എന്ന് എഴുതാം, ഇതിനെ x2 ഓഫ് z എന്ന് എഴുതാം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സെയിം കാര്യം തന്നെ വരും. ഓക്കെ, ഇനി ഒരു പ്രോപ്പർട്ടിയും കൂടെ ഉണ്ട്. ദാറ്റ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് അക്യുമുലേഷൻ പ്രോപ്പർട്ടി. ഓക്കെ, അക്യുമുലേഷൻ പ്രോപ്പർട്ടി. ഓക്കെ, വേറെ ഇഷ്ടമാതിരി പ്രോപ്പർട്ടീസ് ഉണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് സമ്മേഷൻ x1 ഓഫ് n-ൻ്റെ z ട്രാൻസ്ഫോം x ഓഫ് k ആണെങ്കിൽ x ഓഫ് z ആണെങ്കിൽ സമ്മേഷൻ k ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x ഓഫ് k. ഇതിൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/1 മൈനസ് z ഇൻവേഴ്സ് ഇൻറ്റു x ഓഫ് z ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു z/z മൈനസ് 1 ഇൻറ്റു x ഓഫ് z. ഓക്കെ, x ഓഫ് n-ൻ്റെ x ഓഫ് z അല്ലെങ്കിൽ x ഓഫ് kയുടെ x ഓഫ് z ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു സമ്മേഷനും കൂടെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ z ട്രാൻസ്ഫോം. ഓക്കെ, സോ ഇതിൻ്റെ പ്രൂഫിലേക്ക് ഞാൻ കടക്കുന്നില്ല. സോറി, ഇവിടെ n ആണ്. സോറി, സമ്മേഷൻ k ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു n x ഓഫ് kയുടെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/1 മൈനസ് z ഇൻവേഴ്സ് x ഓഫ് z ആയിരിക്കും. ഓക്കെ, സോ പ്രൂഫ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുണ്ടെങ്കിലും പ്രൂഫ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സോ നമ്മൾ കൺവല്യൂഷൻ 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ലാപ്ലാസിനകത്തും ചോദിച്ചിട്ടുണ്ട്, z ട്രാൻസ്ഫോമിനകത്തും ചോദിച്ചിട്ടുണ്ട്, DTFTക്കകത്തും ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. സോ ഇത് നോക്കി വയ്ക്കുക, കൺവല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രൂഫ് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക്
ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, സോ പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫും പ്രോപ്പർട്ടീസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രോപ്പർട്ടീസ് എല്ലാം ഓർത്ത് വെക്കുക, എന്നെങ്കിൽ മാത്രമേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ if you like my video, then do like it and share it and subscribe my channel. Okay, bye. See you in another video.